नाव घेतोय बरोबर तिचं. ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. വർഷങ്ങൾക്ക് ശേഷം, മൂവിയുടെ നെയിമൊന്നല്ല കേട്ടോ, 4 വർഷമായി ഞാൻ ഗൗരിയും ഗണപതിയൊക്കെ കണ്ടിട്ട്. സത്യം അറിയാലോ, ഒരുപാട് മിസ് ചെയ്തിരുന്നു കേട്ടോ ഇവിടുത്തെ ഫെസ്റ്റിവൽ സീസൺ. ഗണപതി ആഘോഷം വീടുകളിൽ മാത്രം ഒതുങ്ങി നിന്ന ഒരു കാലം. ബ്രിട്ടീഷുകാരി ഇന്ത്യ ഭരിച്ചിരുന്ന കാലം. ആ കാലത്താണ് ലോകമാന്യ തിലക് നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഒക്കെ ആയിട്ട് ഇത്തരം ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. ഇത്തരത്തിലുള്ള ആഘോഷങ്ങളിലൂടെ ജനങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർക്ക് സാധിച്ചിരുന്നു. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. ഗണപതി ഫെസ്റ്റിവൽ ഇത്രയും വൈഡായിട്ട് ആഘോഷിക്കാനുള്ള ഒരു കാരണം അദ്ദേഹമാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കഥകളുണ്ട് കേട്ടോ ഈ ഗൗരി പൂജയ്ക്ക് പിന്നില്. ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ കഥയാണ്. അപ്പൊ നമുക്കിന്ന് മഹാരാഷ്ട്രയിലെ കഥ നോക്കിയാലോ. ഇവിടുത്തെ ആൾക്കാരുടെ വിശ്വാസം ഇതാണ്: ഗണപതിക്ക് 2 സഹോദരിമാരാണ്, ഒന്ന് ജ്യേഷ്ഠ, ഒന്ന് കനിഷ്ഠ. ഗണപതി വെച്ച് 3ാമത്തെ ദിവസമാണ് ഗൗരി പൂജ. ജ്യേഷ്ഠയും കനിഷ്ഠയും അവരുടെ ഭർത്തൃ വീടുകളിൽ നിന്നും 3ാമത്തെ ദിവസം അവർ അമ്മ വീട്ടിലേക്ക് വരികയാണ്. സാധാരണ പെൺകുട്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മമാർക്ക് ജീവനാണല്ലോ. പ്രത്യേകിച്ച് കല്യാണം കഴിച്ച് മക്കള് വീട്ടിൽ വരുമ്പോൾ അവർക്ക് ഇനി ഉണ്ടാക്കി കൊടുക്കാത്ത സാധനങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലെ. അതേ സ്നേഹം തന്നെയാണ് ഇവിടെയും കാണിക്കുന്നത്. ഇപ്പൊ ഈ കാണുന്ന റിച്വൽസ് മുഴുവനും നമ്മൾ ജ്യേഷ്ഠ കനിഷ്ഠനെ വെൽക്കം ചെയ്യണേന്റെ കേട്ടോ. മേ ബി ഓരോ വീടുകളിലും ചില വ്യത്യാസങ്ങൾ ഉണ്ടാവും കേട്ടോ. ഇതിപ്പോ പ്രിയയും സാഗറും ചെയ്ത അവരുടെ റിച്വൽസ് ആണ് ഞാൻ ഈ കാണിക്കുന്നത്. ഗണപതി മോസ്റ്റ്ലി എല്ലാ വീടുകളിലും വെക്കും കേട്ടോ. പക്ഷെ ഗൗരി പൂജയ്ക്ക് ഒരുപാട് റിച്വൽസ് ഫോളോ ചെയ്യാനുണ്ട് കേട്ടോ. ലൈക്ക് എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ വീട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അമ്മ എന്തൊക്കെ ഒരുക്കി തരും അതേപോലെ തന്നെ പല സംസ്ഥാനങ്ങളിലും പല കഥകളാണെന്ന് ഞാൻ പറഞ്ഞില്ല. അതില് ആന്ധ്രാപ്രദേശ്, കർണാടക സംസ്ഥാനങ്ങളില് ഗൗരിയായിട്ട് കണക്കാക്കപ്പെടുന്നത് അവിടെ പാർവതി ദേവിയാണ്. അപ്പൊ പാർവതി ദേവി അമ്മയുടെ വീട്ടിലേക്ക് വരുന്നതായിട്ടാണ് അവര് സങ്കല്പിക്കുന്നത്. പരമശിവന് പാർവതി ദേവിയെ പിരിഞ്ഞിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത്രേ. അങ്ങനെ ഒരു ദിനം പാർവതി ദേവി തന്റെ മാതാപിതാക്കളെ കാണുവാനായിട്ട് സ്വന്തം ഗൃഹത്തിലേക്ക് വരികയും പാർവതി ദേവിയുടെ പിന്നാലെ പരമശിവൻ അനുഗമിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. പൂജയുടെ 2ാം നാള് തന്റെ അമ്മയെ കൈലാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനായിട്ട് ഗണേശൻ വന്നു എന്നാണ് വിശ്വാസം. അപ്പൊ നമുക്ക് തൽക്കാലം ഇപ്പൊ പ്രിയയുടെ വീട്ടിലേക്ക് തിരിച്ചു വരാം അല്ലെ. ഗണപതിനെയും ജ്യേഷ്ഠനെയും കനിഷ്ഠനെയും അവരെ മക്കളെയൊക്കെ നന്നായി അണിയിച്ചൊരുക്കിയിട്ടുണ്ട് കേട്ടോ. വന്ന നാള് അവർക്ക് സാധാ ഭക്ഷണമായിരിക്കും കേട്ടോ. പിറ്റേ ദിവസം വിഭവ സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം. ശരിക്കും പ്രോപ്പറായി പറഞ്ഞു കഴിഞ്ഞാൽ 5 തരം ഫ്രൂട്ട്സ്, 5 തരം ധാന്യങ്ങള്, 5 തരം പലഹാരങ്ങള് അങ്ങനെ വെക്കും കേട്ടോ. അതല്ലാതെ 16 വിഭവങ്ങളോടുകൂടിയുള്ള ഭക്ഷണം. ഒത്തിരി പേര് പറഞ്ഞ ഇൻഫർമേഷൻസ് ആട്ടോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. പലരുടെ വീട്ടിലും ഞാൻ ഈ ഗൗരി ഗണപതിയെ വെച്ചിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും ഇത്ര നിയറസ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതും അല്ലെങ്കിൽ അത് അനുഭവിച്ചറിയാൻ പറ്റുന്നതും പ്രിയയുടെയും സാഗർബായിയുടെയും വീട്ടിൽ വെച്ചപ്പോഴാട്ടോ. പിന്നെ പിറ്റേ ദിവസം സുമംഗലികളെ വിളിച്ച് ഭക്ഷണം കൊടുക്കലായിരുന്നു കേട്ടോ. അന്നേ ദിവസം ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ദേവിക്ക് നിവേദ്യം വെക്കും. പിന്നെ അതേപോലെ സുമംഗലികളെ വിളിച്ച് പൂജ ചെയ്യും. പുറംപോലി ആയിരിക്കും കേട്ടോ അന്നത്തെ മെയിൻ ഡിഷ്. ഇത് ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കുന്ന പലഹാരം തന്നെ കേട്ടോ. ചപ്പാത്തി പോലെ തന്നെ അതിനകത്ത് കടലപ്പരിപ്പും ബെല്ലത്തിന്റെയും മിക്സ് ആയിരിക്കും. പക്ഷെ പറയാൻ ഇത്ര എളുപ്പമാണെങ്കിലും ഒരുപാട് പണിയുണ്ട് കേട്ടോ അത് ഉണ്ടാക്കണമെങ്കിൽ. ഭക്ഷണശേഷം പിന്നെ മടിയൊക്കെ നിറച്ച് അവര് വിടും കേട്ടോ. അടി നിറയ്ക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് സാരിയോ ഡ്രസ്സോ നമുക്ക് സാധിക്കുന്ന എന്താ വെച്ചാൽ വെക്കാം. മോസ്റ്റ്ലി ഇവിടെ ബ്ലൗസ് പീസ് ഉണ്ടാവുക. ബ്ലൗസ് പീസ്, ഒരു കഷ്ണം നാളികേരം, ഒരു തുണ്ട് അടയ്ക്ക, വെറ്റില. എല്ലാം ഓരോ വിശ്വാസം അല്ലെ. ഞാൻ പറഞ്ഞില്ലേ പലരുടെയും പല റിച്വൽസ് ആയിരിക്കും കേട്ടോ ഫോളോ ചെയ്യുന്നുണ്ടാവുക. അതിനുശേഷം ഗൗരിയൊക്കെ വെച്ചിട്ട് പൂജ ഉണ്ടാവും കേട്ടോ വൈകിട്ട്. അവരുടെ വീട്ടില് ഗൗരി പൂജയ്ക്ക് വന്ന എല്ലാവർക്കും ഭക്ഷണം ഉണ്ടായിരുന്നു കേട്ടോ. പുറത്ത് നല്ല മഴ ചെയ്തുകൊണ്ട് പിന്നെ നമ്മുടെ വീട്ടിലാട്ടോ അവര് ഭക്ഷണമൊക്കെ കൊടുത്തത്. ഇവിടെ ഇപ്പം ഇവര് സെർവ് ചെയ്തതും ഭഗവതിക്ക് നിവേദിച്ചതൊക്കെ വെജ് ഫുഡാട്ടോ. പക്ഷെ ചിലയിടങ്ങളില്, അതായത് കൊങ്കൺ സൈഡിലൊക്കെ ഉണ്ടല്ലോ, നോൺ വെജ് ആയിരിക്കും ഭക്ഷണമായിട്ട് കൊടുക്കുന്നുണ്ടാവുക. അത് മാത്രമല്ല നിവേദ്യം വെക്കുന്നത് അതായിരിക്കും കേട്ടോ. കാരണം വേറെ ഒന്നല്ല, അതിനു മുമ്പ് വരെ അവർക്ക് ശ്രാവൺ മൈനായിരിക്കും നടക്കുന്നത്. അതായത് നമ്മുടെ കർക്കിടക മാസം പോലെ തന്നെ മാംസാദികളൊന്നും അവർ കഴിക്കില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഗണപതി ഫെസ്റ്റിവൽ. അപ്പൊ അന്ന് ഗണപതിക്ക് നിവേദിച്ച ശേഷം പിന്നെ എല്ലാവരും അതായത് നോൺ വെജ് എടുക്കാൻ തുടങ്ങും. കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതൊന്നും എനിക്ക് കണ്ടറിവില്ല. ഇതൊക്കെ ഇവിടുത്തെ ഓരോരുത്തർ പറഞ്ഞു കേട്ട് ഞാൻ നിങ്ങൾക്ക് ആയിട്ട് ഷെയർ ചെയ്യുന്നു മാത്രം. ഞാൻ ഈ പറഞ്ഞു വെച്ച കാര്യങ്ങൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തിരുത്താം. കമന്റ്സിലൂടെ എനിക്കത് പറഞ്ഞു തരാം. ഇപ്പൊ ഈ കാണുന്നതൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ തൊട്ടടുത്ത വീടുകളിലൊക്കെ അവര് ലക്ഷ്മിനെയും ഗണപതിനെയൊക്കെ വെച്ചത് നമ്മൾ പോയി കണ്ടതാട്ടോ. അവിടെയൊക്കെ ഒരു ചെറിയ ചെറിയ ബൈറ്റ്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രം ഞാൻ എടുത്തിട്ട് വന്നതാണ്. ശരിക്കും പറയുന്നത് ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആട്ടോ. ലക്ഷ്മിനെ കൊണ്ടുവരുന്ന ടൈമിലും പോകുന്ന ടൈമിലുള്ള ഫേസ് തമ്മിൽ ഭയങ്കരമായിട്ട് ഡിഫറൻസ് ഉണ്ടെന്ന് പറയുന്നത്. ലിറ്ററലി ഗൗരി കരഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാന്നാണ് അവര് പറയുന്നത് കേട്ടോ. വരുമ്പോ ഭയങ്കര സന്തോഷമായിരിക്കും, ഇത്രയും പോകുമ്പോ മുഖത്തിന് വ്യത്യാസം ഉണ്ടാവും എന്നാണ് അവര് പറയുന്നത്.
നല്ലൊരു പോസിറ്റീവ് വൈബായിരുന്നു കേട്ടോ കുറച്ച് ദിവസം. നമ്മുടെ ഓണവും അതിന്റെ ഇടയിൽ ഈ ഗൗരി പൂജ, ഗണപതി പൂജ എല്ലാം കൂടി ആയപ്പോ ഒരു ഓളായിരുന്നു. സോറി ആയിരുന്നു എന്നല്ല കേട്ടോ, ആണ്. ദേ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗൗരി പോയി കഴിഞ്ഞ ശേഷം 5ാമത്തെ ദിവസമാണ് ഗണപതിയെ നിമഞ്ജനം ചെയ്യുന്നത്. അതിന്റെ ഇടയിൽ ഇവിടുത്തെ വിശേഷം വിട്ടുപോണ്ട കേട്ടോ. ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ ഭക്ഷണം കഴിക്കാൻ. 100 ആൾക്കാരെ മേലുണ്ടായിരുന്നു. എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. നമുക്ക് വേറൊരു സ്ഥലത്തും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഗൗരി പൂജയ്ക്ക് ക്ഷണം. അവിടെ പോവാൻ പറ്റിയില്ല. അപ്പൊ പിറ്റേ ദിവസം രാവിലെ ഞങ്ങള് നമ്മുടെ ഫ്രണ്ടിന്റെ വീട്ടിലും കൂടി പോയിട്ട് ദർശനം നടത്തിയിട്ട് തിരിച്ചു വന്നു കേട്ടോ. ഇവിടുത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിച്വൽസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പൊ ബൈ.